ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 11-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ശാരീരിക ആരോഗ്യത്തിന് മനുഷ്യന് നല്ല ഭക്ഷണം ആവശ്യമാണ്. മനുഷ്യൻ്റെ പാപനിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം മനുഷ്യനോട് പറഞ്ഞു, നിൻ്റെ ആയുഷ്കാലമൊക്കെയും കഷ്ടതയോടെ അതിൽ നിന്ന് നീ അഹോവൃത്തി കഴിക്കും. മുള്ളും പറക്കാരയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും. വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും. നിലത്തു നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. ഭൂമിയുടെ ഇന്നത്തെ അവസ്ഥ മനുഷ്യൻ്റെ പാപനിമിത്തം സംഭവിച്ചതാണ്. അതവൻ്റെ അത്യാഗ്രഹത്തിൽ പ്രകടമാണ്. ധാതുപദാർത്ഥങ്ങൾക്കായി ഭൂമിയെ കുഴിക്കുന്നു, ധാരാളം വിളകൾക്ക് വേണ്ടി വളപ്രയോഗം നടത്തുന്നു, സ്വന്തം സുഖസൗകര്യങ്ങൾക്കായി ഫാക്ടറികൾ സ്ഥാപിക്കുന്നു, വനം നശീകരിക്കുന്നു. ഇങ്ങനെയുള്ളവയെല്ലാം മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിണിത ഫലമാണ്. അതുകൊണ്ട് സർവ്വസൃഷ്ടിയും വിടുതലിനായി ഇന്ന് വരെ ഒരുപോലെ ഞെരങ്ങി ഈറ്റുനോവോടിയിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു. മനുഷ്യനെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നു. സർവ്വമാനവരാശിയുടെയും പാപത്തിൻ്റെ ശിക്ഷ തൻ്റെ ചുമലിൽ ഏറ്റുകൊണ്ട് യേശു ക്രിസ്തു ക്രൂശിൽ നമുക്കായി മരിച്ചു. 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. അവനിൽ വിശ്വസിക്കുന്നവർക്ക് പാപക്ഷമ ലഭിക്കുന്നു. അവർ ദൈവമക്കളായിത്തീരുന്നു. നിങ്ങൾക്കും അപ്രകാരം അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.